പ്രൈസ് ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരു പുതിയ ദിവസം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നു. നാം ആരും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത്. ദൈവമാണ് നമ്മെ പ്രവേശിപ്പിച്ചത്. നമ്മേക്കാൾ ശ്രേഷ്ഠരായ അനേകർ ഈ ലോകത്തു നിന്നൊക്കെ മാറ്റപ്പെട്ടു പോയപ്പോഴും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ജീവശ്വാസവും നമ്മളിൽ നിലനിർത്തിയത് കൊണ്ടാണ് ഇന്ന് ജീവനോടെ ആരോഗ്യത്തോടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് നമുക്ക് പകരം കൊടുക്കാവുന്ന ഒന്നേ ഉള്ളൂ. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നന്ദിയുള്ള ഹൃദയത്തിന് ഉടമയായിട്ട് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ഉയരവും ആഴമൊക്കെ അനുഭവിച്ചും കൊണ്ട് ഓരോ ദിവസവും സ്വസ്ഥതയിലും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിപ്പാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 15-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു: ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഒരു ആഴത്തിലുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. ക്രിസ്തു യേശു, ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അഭിഷിക്തൻ, മശിയ വരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ശമരിക്കാരി സ്ത്രീ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം അഭിഷേകം ചെയ്ത് മാനവരാശിയുടെ രക്ഷയ്ക്കായി അയക്കുന്നവൻ, അതാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം. യേശു എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നതാണ്. യേശു എന്ന് പറഞ്ഞാൽ അവൻ എന്ന് പറഞ്ഞാൽ യേശു, ദൈവം നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. എന്താർത്ഥം? ദൈവം നമ്മോട് കൂടെ, സ്വർഗത്തിലെ മഹിമകളെ എല്ലാം വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മോട് കൂടെ വസിച്ച ദൈവം, അതാണ് ഇമ്മാനുവേൽ. അവന് കർത്താവ് എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തെ, യേശുവിനെ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോഴാണ് ആ വ്യക്തിയിൽ വസിച്ചുകൊണ്ട് അവനെ കർത്തൃത്വം നടത്തി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വസിക്കുവാൻ തക്കവണ്ണം യോഗ്യമായി ഒരുക്കിയെടുക്കുന്നത്. അപ്പോൾ നിരവധി പേരുകൾ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ പറയാണ് ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. അപ്പോൾ ക്രിസ്തു യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ: പാപികളെ രക്ഷിക്കണം. അപ്പോൾ നാം ഒരു പക്ഷേ ചിന്തിക്കും, ആരാണ് ഈ പാപികൾ? ദൈവവചനം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും പാപികളാണ്. ചിലർ ഈ കാര്യം പറയുന്നത് അംഗീകരിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ പാപികളെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ പറഞ്ഞാലൊന്നും അംഗീകരിക്കത്തില്ല എന്ന് പറയുന്ന അനേകരെ കാണാം. കാരണം പ്രിയമുള്ളവർ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി പാപം ചെയ്ത് പാപിയാവുന്നതല്ല, മറിച്ച് പാപത്തിൽ ജനിക്കുന്നത് കൊണ്ടാണ് പാപം ചെയ്യുന്നത്. ഒരു കുഞ്ഞിന് നുണ പറയാനോ അനുസരണക്കേടോ വാശിയോ പിണക്കമോ കള്ളത്തരങ്ങളോ ഒന്നും പഠിപ്പിക്കണ്ട. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതെല്ലാം ആ കുഞ്ഞിൽ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഒരു വ്യക്തി പാപിയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, ഒരു വ്യക്തി ഭൂമിയിൽ ജനിച്ചു വളരുന്ന ഓരോ വ്യക്തിയും മരണത്തിലേക്കാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വ്യക്തിയിൽ മരണം വസിക്കുന്നതാണ് അവൻ പാപിയാണ് എന്നുള്ളതിൻ്റെ തെളിവ്. കാരണം ദൈവവചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, ആ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ആദിമനുഷ്യനായ ആദത്തിനെയും ഹവയെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം ആദത്തിന് കൊടുത്ത കൽപ്പനയാണത്. ഒരൊറ്റ കൽപ്പനയെ കൊടുത്തിരുന്നുള്ളൂ: തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ ആ കൽപ്പനയുടെ ലംഘനത്താലാണ് പാപം വന്നത്. അത് എല്ലാവരിലും ആണിരുന്നു. എന്നാൽ നമ്മൾ പാപം ചെയ്ത് പാപി ആയതല്ല. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് നമ്മളുടെ പാപത്തിൻ്റെ ശിക്ഷയെല്ലാം ഏറ്റെടുത്ത് നമുക്ക് പകരം കാൽവരി ക്രൂശിൽ മരിച്ചത്. ഈ സത്യം ഒരു വ്യക്തി തിരിച്ചറിയുമ്പോൾ, ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, ആ വിശ്വാസത്താൽ ദൈവം ആ വ്യക്തിയുടെ പാപത്തിൻ്റെ കറകളെ കഴുകിക്കളയുകയും നിത്യ മരണത്തിൽ നിന്നും ആ വ്യക്തിയെ നിത്യജീവന് അർഹനാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാപം ചെയ്തിട്ട് പാപി ആയതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ എല്ലാം യേശു കർത്താവ് ഏറ്റെടുത്തിട്ട് പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിൽ നമ്മെ രക്ഷിക്കുവാനായിട്ട് എല്ലാ കാര്യക്രമീകരണങ്ങളും യേശു കർത്താവ് ചെയ്തതും നാം തിരിച്ചറിയണം. അപ്പോൾ പറയാണ്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും. അപ്പോൾ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു കാര്യമാണത്. കാരണം യേശു ക്രിസ്തു പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് സ്വർഗത്തിൽ
തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നു എന്ന് ദൈവവചനത്തിൽ കൂടി വ്യക്തമായിട്ട് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തി 1:11 പറയുന്നൊരു കാര്യമുണ്ട്. സ്വർഗ്ഗാരോഹണം ചെയ്ത് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന യേശു അവിടെ ദൂതൻ പ്രത്യക്ഷനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ അവൻ നിങ്ങളെ ചേർപ്പാൻ വരും. അപ്പോൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യതയോടുകൂടെ ഇതുവരെ നിറവേറിയിട്ടുണ്ടെങ്കിൽ ഇനി സംഭവിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്നും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അതിൽ നിന്നും രക്ഷ പ്രാപിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവവചന അനുസരണത്തിൽ കൂടി ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായ ഒരു ചെറിയ ശേഷിപ്പിനെ ചേർപ്പാൻ കർത്താവ് വേഗത്തിൽ വരും. അതിനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഓരോരോ വചനത്തെയും മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്ന് ദൈവവചനം പറയുന്നത്. കാരണം നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. അപ്പോൾ ദൈവവചനത്തിന്റെ കേൾവി അതിനനുസരണത്തിലേക്ക് നമ്മളെ നയിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുത്താണ്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പൗലോസ് പറയുകയാണ്. എന്നാൽ അതേ പൗലോസ് തന്നെയാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട കാര്യവും തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം ഓടി വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അതിനായി പ്രേമിച്ചിരിക്കുന്ന ഏവർക്കും തന്നെ എന്ന് പറഞ്ഞ പൗലോസ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവവചനത്തിന് അനുസരണത്തിൽ കൂടി ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യതയിലാക്കി ജീവിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തോടു കൂടെ നിത്യത മുഴുവൻ സ്വർഗത്തിലും ഭൂമിയിലും വസിക്കുന്ന ദൈവ തേജസ്സിന്റെ, മരണമില്ലാത്ത തേജസ്സുള്ള ശരീരത്തിന്റെ ഉടമകളായിട്ട് നമ്മളെല്ലാവരും തീരണം എന്നുള്ളതാണ് ദൈവഹൃദയത്തിൽ ആഗ്രഹം. അതിനുവേണ്ടി ദൈവം നമ്മെ സൃഷ്ടിച്ചത്. പാപമാണ് മരണത്തിലേക്ക് നയിച്ചത്. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആ പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്നും ദ്രവത്വത്തിൽ നിന്നൊക്കെ നമ്മൾ വിടുവിച്ച് നഷ്ടപ്പെട്ടു പോയി ദൈവ തേജസ്സിനെ നമ്മളുടെ അകത്ത് തിരികെ തന്ന് ദൈവവചന അനുസരണത്തിൽ കൂടി നമ്മൾ ഒരുക്കിയെടുക്കുന്ന ദൈവപ്രവൃത്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹവും ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, ഞങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ നയിക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവ്, പാപത്തിന്റെ പ്രമാണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ വിടുവിച്ച ദൈവപ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മ എല്ലാവരും അഭിഷേകം ചെയ്യണം. ദുഷ്ടന്റെ ഇടപെടാതെ കാക്കണം. ഓരോ ഭവനങ്ങൾ സ്വർഗീയ ഭവനങ്ങളായി തീരുന്നക്കണം. ഐക്യതയും സ്നേഹവും താഴ്മയും ക്ഷമിക്കാനും മറക്കാനും പൊറുക്കുവാനുള്ള ഹൃദയമൊക്കെ എല്ലാവരുടെ മേൽ അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.